നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇത്തവണ ഏറെ പ്രതീക്ഷയോടെയാണ് ബി.ജെ.പി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ വലിയ വിജയം, കേരളമൊട്ടാകെ ബി.ജെ.പിക്കുണ്ടായ വിജയങ്ങൾ ഒക്കെ തന്നെ അവരുടെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ആ മുന്നോട്ട് പോക്കിനും ഊർജം പകരുന്നതാണ്. നിരവധി പേരാണ് എല്ലാ ദിവസങ്ങളിലും ബി.ജെ.പിയിലേക്ക് വന്നു ചേരുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെ കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാറാത്തത് മാറും, ഇനി കേരളം വളരും എന്നതാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ടാഗ് ലൈൻ. ഇനി NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ പ്രധാന സേവകൻ കൊച്ചിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. കൊച്ചിയിൽ തൃശ്ശൂരും എറണാകുളവും ചേരുന്ന അവിടുത്തെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം പ്രവർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നും വാർത്തകൾ വരുന്നു. നാളെ രാവിലെയാണ് പ്രോഗ്രാം നടക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് തുടക്കം കുറിക്കാനാണ് പ്രധാനമന്ത്രി എത്തുക. മാർച്ച് 11 ബുധനാഴ്ച കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുക. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ നിന്നും മാത്രം 6 ലക്ഷത്തോളം പേരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്നതാണ് സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. രാവിലെ 11 നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ധീവരസഭാ യോഗത്തിലാണ് ആദ്യം പങ്കെടുക്കുക. തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയിലും അദ്ദേഹം സംബന്ധിക്കും. പിന്നീട് 1 മണിയോടെ പ്രധാനമന്ത്രി NDAയുടെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തും. മാറാത്തത് മാറും, ഇനി കേരളം വളരുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ മുദ്രാവാക്യമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും MLA-മാർക്കെതിരെ ഇപ്പോൾ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. 140 മണ്ഡലങ്ങളിലെയും MLA-മാർക്ക് എതിരെ കുറ്റപത്രം തയ്യാറാക്കുക, എന്തൊക്കെ പരിപാടികൾ അവർ നടത്തി, എങ്ങനെയാണ് MLA-മാർ പെർഫോം ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത്തരമൊരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ ഇവർക്കെതിരെയുള്ള കുറ്റപത്രം കൊണ്ടുവരും, ജനങ്ങളുടെ ഒപ്പുശേഖരണം നടത്തും, MLA ഓഫീസുകളിലേക്ക് NDA മാർച്ചുകൾ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. നാളെ 11:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി 1 മണിയോടെയാകും പ്രവർത്തകരെ അഡ്രസ് ചെയ്യുക. 11:30 എത്തുന്ന ആൾ 12 മണിയോടെ ധീവരസഭാ യോഗത്തിലായിരിക്കും ആദ്യം പങ്കെടുക്കുക. ഏതായാലും BJPക്ക് ശുഭപ്രതീക്ഷയുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്. 30ഓളം മണ്ഡലങ്ങളിൽ BJP തങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിക്കും എന്നാണ് BJP പറയുന്നത്. അവരുടെ അവകാശവാദവും അത് തന്നെയാണ്. തിരുവനന്തപുരത്ത് മാത്രം ഏതാണ്ട് 4ഓളം മണ്ഡലങ്ങളിൽ BJP വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. മഞ്ചേശ്വരത്ത് വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. പക്ഷേ മഞ്ചേശ്വരത്ത് ഇപ്പോൾ ഇരു മുന്നണികളും ചേർന്ന് ചില മത്സരത്തിന്റെ സാധ്യതകൾ, അവർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ചില മത്സരത്തിന്റെ സാധ്യതകൾ തുറന്നിടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഇത്തവണ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ തൂക്കുസഭ വരാനുള്ള സാഹചര്യമാണുള്ളത്. ആർക്കും കോൺഗ്രസിനോ CPM-നോ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പല്ല വരാൻ പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP പിടിക്കുന്ന വോട്ടിനനുസരിച്ച് കോൺഗ്രസിന് വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടാകും. CPM-നും അതേ അവസ്ഥ തന്നെയാണുള്ളത്. CPM-നും കോൺഗ്രസിനും ഒക്കെ വലിയ പ്രതിസന്ധിയാണ് ഇത്തവണ BJP സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസുകൾക്ക് പോയാലും ഒരുപക്ഷെ ഭരണം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാകും ബുദ്ധി എന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പറഞ്ഞുകൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുമ്പോൾ ബഹുദൂരം മുന്നിലേക്ക് ഇപ്പോൾ തന്നെ BJP എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നിലവിൽ ചുവരെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു. പലരും മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. പലരും പല പരിപാടികളിലും മറ്റും പങ്കെടുക്കുന്നുണ്ട്. കഴക്കൂട്ടത്ത് V. മുരളീധരൻ, അങ്ങനെ നിരവധി പേർ, കഴക്കൂട്ടത്ത് V. മുരളീധരൻ, മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വട്ടിയൂർക്കാവിൽ K. ശ്രീലേഖ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇവിടെയൊക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വിപുലമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കായിരിക്കും ഇത്തവണ BJP നേതൃത്വം നൽകുക.